ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ വെറുതെ ഭ്രാന്ത് പറയാതിരിക്കേ. കേക്കിനകത്തുനിന്ന് എവിടെയാ പാമ്പ്? നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ മോളെ നിന്നത്? അതിനിടയിൽ എന്ത് സംഭവിക്കാനാ? എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിനിടയിലല്ലേ ഞാൻ ആ പാമ്പിനെ കണ്ടത്. എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ ആരും നിർബന്ധിക്കണ്ട. എന്തു പറ്റി? ഇവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ പാമ്പൊന്നും ഇല്ല. ഇവിടെ പാമ്പെന്നാ ഈ കുട്ടി പറയുന്നത്. ഇങ്ങനെ കരയല്ലേ? മോളെ നാഗങ്ങൾ കളി തുടങ്ങി. മോളെ അയ്യോ മമ്മി അങ്ങോട്ട് നോക്ക്. പാമ്പ് മോളെ. നവീൻ അതിനെ ഓടിക്ക്. നവീൻ മോളെ അവിടെ ഒന്നും ഇല്ല. ഇവിടെ ഒന്നും ഇല്ലമ്മേ. ഒന്നുമില്ല മുത്തശ്ശി. ഗാഥ, ഇത് തന്റെ വെറും തോന്നല. ഇവിടെ ഒരു പാമ്പും ഇല്ല. ഇല്ല നവീൻ. നവീൻ കള്ളം പറയാ. ഞാൻ ശരിക്കും കണ്ടതാ. അവിടത്തെ പാമ്പുണ്ട്. ഞാൻ കണ്ടതല്ലേ പത്തി എടുത്ത് നിൽക്കുന്ന നാഗത്തെ. എന്താ ഈ കുട്ടി പറയുന്നേ? നിങ്ങൾക്ക് എന്താ ആർക്കും പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാൻ കണ്ടത് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ എന്നോട് തർക്കിക്കാൻ വരുന്നേ? സിത്താരയ്ക്കിപ്പോ വാസ്തവം എന്താണെന്ന് ബോധ്യപ്പെട്ട് കാണുമല്ലോ. ഇവിടെ നമ്മൾ ഇത്രയും പേരുണ്ട്. ഇതിനിടയിൽ നിന്ന ഗാഥ മാത്രമാണ് പാമ്പിനെ കാണുന്നത്. ആ, സിത്താരയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ സിത്താര മുറ്റത്തിറങ്ങി നോക്കൂ. മോളെ അയ്യോ വേണ്ട മമ്മി വേണ്ട. എനിക്കിവിടെ നിൽക്കണ്ട. ആ നാഗ എന്റെ പിന്നാലെ ഉണ്ട്. അതെന്നെ കൊല്ലും. ഞാൻ മരിക്കും മമ്മി. എന്നെ ഇവിടുന്ന് കൊണ്ടുപോ മമ്മി. ഓക്കെ ഓക്കെ നവീൻ, സോറി. മോളൊന്ന് റിലാക്സ് ചെയ്യട്ടെ. അതെ, ഇനി എല്ലാരും കൂടി വട്ടം കൂടി ചർച്ച ചെയ്ത് നിർമ്മലയാണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കല്ലേ പ്ലീസ്. സാറേ, ഒന്നും വേണ്ടായിരുന്നു മണിക്കുഞ്ഞെ. വെറുതെ വേഷം കെട്ടിച്ചു. സാർ, എന്തിനാ വെറുതെ ഓരോ ആഘോഷങ്ങൾ നടത്തുന്നേ? വെറുതെ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ. ദൈവം എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ലല്ലോ അത്. മോളെ മമ്മി പറയുന്നൊന്ന് കേക്ക്. അവിടെ ഒന്നും ഇല്ല മോളെ. അതൊക്കെ നിന്റെ തോന്നലാ. അല്ല മമ്മി, അതെന്റെ തോന്നലല്ല. അവിടെ നാഗമുണ്ട്. ഞാനില്ല. അമ്മേ എന്തു പറ്റി? അടുപ്പിന്റെ അടുത്ത് കുറെ നേരം നിന്നിട്ടാണെന്ന് തോന്നുന്നു. ഒരു ചെറിയ തലചുറ്റല് പോലെ. എന്നിട്ട് എന്താ അമ്മേനെ വിളിക്കാതിരുന്നേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവായിരുന്നല്ലോ. അതൊന്നും വേണ്ട. ഇതൊന്ന് കിടന്നാ മാറാവുന്നതേ ഉള്ളൂ. അല്ല, അനിയൻ സാർ വരാറായോ? ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. സാർ വന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് ഞാൻ വന്നൊന്ന് കിടന്നോളാം. നമ്മള് കുറച്ചുപേരെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ നിൽക്കാതിരിക്കുന്നത് ശരിയാണോ? അതെ, അനിയൻ സാർ ഉൾപ്പെടെ ഈ വരുന്ന ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തിലെ സ്വന്തം ആളുകളാണെന്ന് കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ. അമ്മയ്ക്ക് വയ്യ, കുറച്ചു നേരം കിടക്കാന്ന് പറഞ്ഞാ അവർക്കൊക്കെ അത് മനസ്സിലാവും. അമ്മ കിടന്നോ അമ്മേ? ആ, ചിലപ്പോ ഞാനൊന്ന് മയങ്ങിപ്പോവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ചേക്കണേ. ആഹാ, പിന്നെ അല്ലാതെ. അമ്മ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ പിറന്നാൾ ആഘോഷം നടത്തുവോ? അമ്മ കിടക്ക. കുറച്ചേരം കിടക്കുമ്പോഴേക്കും തലവെരുപ്പൊക്കെ മാറിക്കോളും. ഞാനിപ്പോ വരാവേ. സുനന്ദേച്ചി, അങ്ങനെ സംഭവ ബഹുലമാണ് ഇവിടുത്തെ കാര്യം. എന്തായാലും അനിയൻ സാറിന്റെ ജയിലിൽ നിന്നുള്ള തിരിച്ചുവരവും കൃഷ്ണയുടെ ഈ നാട്ടിലേക്കുള്ള വരവും ഒന്നിച്ചായതുകൊണ്ട് അതിപ്പോ കർത്താവ് കൂട്ടിച്ചേർത്തൊരു സംഭവം പോലെയായി. ഇതിപ്പോ ദൈവം തന്നെയായിരിക്കും കൂട്ടിച്ചേർത്തത്.
ഗോപാലേട്ടാ? നമ്മൾ ഇത്ര പേരും ഇത്രയും സമയം ഇവിടെ നിന്നിട്ടും അവൾ ഒന്ന് വന്ന് നോക്കിയോ? അനിയൻ സാറിന്റെ വണ്ടി വന്നപ്പോഴേ പാഞ്ഞു വരുന്നത് കണ്ടോ? ഒന്ന് പോടി. വീട്ടിലേക്ക് ഒരാള് വന്നാല് സ്വീകരിക്കണ്ടേ? ആ എന്താണ് ബർത്ത്ഡേകൾ സുഖം തന്നെയല്ലേ? അല്ല, ഇന്ന് ഞാൻ വരുമെന്ന് പ്രതീക്ഷയോ? ചോദിക്കാനുള്ളത് ചോദിക്കണമല്ലോ. സാറേ, ഇതാണ് എന്റെ ദുബായ് മാമൻ. നമസ്കാരം സർ. നമസ്കാരം. ഇത് സുനന്ദേച്ചി. നമസ്കാരം. നമസ്കാരം. മോളുടെ പഴയ കഥകളൊക്കെ സംസാരിക്കുമ്പോഴേ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരില്ലാതെ കഥ മുമ്പോട്ട് പോകാറില്ല. അതുകൊണ്ട് കേട്ട് കേട്ട് നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് നല്ല പരിചയമാണ്. അല്ല മോളെ, അമ്മയുടെ ആ അമ്മയ്ക്കേ രാവിലെ ഗുളിക കഴിച്ചു കഴിഞ്ഞാല് ചെറിയൊരു മയക്കുണ്ടാവും. അതുകൊണ്ട് കുറച്ചു നേരം കിടന്നോളം ഞാൻ പറഞ്ഞിരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓ മതി മതി മതി. അല്ല, കുറെ നാളായിട്ട് കാണണം കാണണം എന്ന് പറയുന്നല്ലാതെ കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അനിയൻ സാറിന് തിരക്കൊന്നുമില്ലല്ലോ? ഇല്ല, എന്തുപറ്റി? അനിയൻ സാറിന് തിരക്കില്ലാത്തൊരു ദിവസം എന്ന് പറഞ്ഞാ അതൊരു മഹാസംഭവല്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. സുനന്ദജി, ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ സത്യം പറഞ്ഞ ഇതാണ് ആ മുതല്. ഈ നാട്ടില് അനിയൻ സാറിന് അറിയാത്ത ഒരു കാര്യമില്ല. മോളിക്കുട്ടിയെ, നിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊള്ളാം. എന്നാലും പറഞ്ഞു പറഞ്ഞ് ഒരുപാട് അങ്ങ് ഉയർത്തി വെക്കണ്ട. മനുഷ്യനെ അഹങ്കരിക്കാൻ തോന്നിപ്പോവും അല്ലേ മോളെ? ഗാഥ, എഴുന്നേക്ക്. എന്താ നവീൻ? കേക്ക് കിട്ടിയ സമയമായി. താൻ അങ്ങോട്ടേക്ക് വാ. ഗാഥ, എല്ലാവരുടെയും ക്ഷമ പരീക്ഷിക്കല്ലേ. തന്നെ കാത്തു നിൽക്കുന്നവരൊന്നും അത്രയ്ക്ക് വിഡ്ഢികളല്ല. സോറി നവീൻ, ഞാൻ വരില്ല. കേക്ക് കട്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോ അതിനകത്ത് നാഗുണ്ടാവുക. അപ്പോഴായിരിക്കും അതെന്നെ കൊത്തുക. ഗാഥ വെറുതെ ഭ്രാന്ത് പറയാതിരിക്കേ. കേക്കിനകത്തുനിന്ന് എവിടെയാ പാമ്പ്? നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ മോളെ നിന്നത്? അതിനിടയിൽ എന്ത് സംഭവിക്കാനാ? എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിനിടയിലല്ലേ ഞാൻ ആ പാമ്പിനെ കണ്ടത്. എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ ആരും നിർബന്ധിക്കണ്ട. ഗാഥ, ഇപ്പൊ തന്റെ ഈ സ്വഭാവം കൊണ്ട് ഈ ആഘോഷം മാറ്റിവെച്ച പിന്നെ ഒരു പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നവീൻ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം മാഡം? ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഭാര്യയും ഭർത്താവും ആവുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം, പരസ്പരം മനസ്സിലാക്കണം. ഇതല്ലാതെ മാഡത്തിന് വേറെ എന്തെങ്കിലും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ടോ?